അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. കോക്കനട്ട് ദോശയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചട്നിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഈ ഒരു ദോശ റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ്. ഞാനിപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം കഴുകിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. ഒരു 3 മണിക്കൂർ കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിതിലെ വെള്ളം മൊത്തത്തിൽ ഒന്ന് ഊറ്റിയെടുക്കലാണ്. നമ്മളൊരു വൈകുന്നേരം ചെയ്യുവാണെങ്കിൽ 7 മണിയാകുമ്പം നമുക്ക് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ, രാത്രി. ഇനിയിപ്പോൾ ഇതാ വെള്ളം മൊത്തത്തിൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്കില്ലേ 2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തേങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് തേങ്ങ 250 ml കപ്പിൽ. ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം, ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതാ ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്ത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഇത് നമുക്ക് പുളിപ്പിക്കാൻ വെക്കണം. ഞാനിപ്പോൾ രാത്രിയാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ രാത്രി ഒരു 8 മണിക്കെല്ലാം ചെയ്യുകയാണെങ്കിൽ രാവിലെ ഒരു 7 മണിക്ക് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം അരച്ചെടുത്ത് ഉപ്പെല്ലാം ആവശ്യത്തിന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇത് പുളിപ്പിക്കാൻ വെക്കലാണ്. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പുളിച്ചിട്ട് വരും. തണുപ്പുള്ളതെല്ലാം ആണെങ്കിൽ നമുക്ക് ഈ അരി അരക്കുമ്പിൽ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിച്ചിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് അടച്ച് വെക്കലാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിതിപ്പം ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മാവ് നല്ലോണം പുളിച്ചിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഇനി വേറൊന്നും ഇല്ല, നല്ലോണം ഇനിയിപ്പോൾ ഇത് നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ. നമ്മൾ വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ട് അരച്ചെടുക്കുമ്പം വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ 2 കപ്പ് വെള്ളമൊന്ന് ചേർത്ത് കൊടുത്തേ. ഇനിയിപ്പം ചൂടായ പാനിലേക്ക് ഇത് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുക. നമ്മൾ തട്ടുദോശയെല്ലാം ചുട്ടെടുക്കൂലേ, അതുപോലെ തന്നെയാണ് അടച്ച് വെച്ച് വേവിക്കുക. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കാസറോളിലിട്ട് വെക്കുക. രാത്രി ആയാലും നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാകുന്ന ഒരു ദോശയാണ് കേട്ടോ. ഞാനിപ്പം കാസറോളിലെല്ലാം ഇട്ട് കൊടുത്തേ. ഞാൻ വായിലയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. തമ്മിലിന് വേണ്ടിക്ക് ഞാൻ പിന്നെ പറയാം. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കാൻ വേണ്ടിക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചെറിയ ജീരകം, ക്യുമിൻ സീഡില്ല അതും, 1 ടീസ്പൂണ് എള്ള്, 1 ടേബിൾ സ്പൂണ് ഉഴുന്ന പരിപ്പും, 3-4 വറ്റൽ മുളകും, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാളയും 2 തക്കാളി, 3 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഉള്ളിയും തക്കാളിയും നല്ലോണം കുക്കാവുന്നത് വരെ മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. കുക്കായിട്ട് വരുന്ന ടൈമിൽ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി തിളപ്പിച്ചെടുക്കുക. ഇനി ഇത് നല്ലോണം തണിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇനിയിപ്പം ഇത് കാച്ചിയെടുക്കണം, നിർബന്ധമൊന്നുമില്ല. കാച്ചിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. കുറച്ച് കടുകും വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് കാച്ചിയെടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ചട്നിയും ദോശയും കൂടി റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ടുണ്ടാക്കിയെടുക്കുന്ന ദോശയാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിത് ചൂടോടെ തന്നെ കാസറോളിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ രാത്രി വരെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഞാനിപ്പം ചുട്ടോടനെ തന്നെ വായിലയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. കാര്യം എനിക്ക് തമ്മിലിന് വേണ്ടിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം കാസറോളിൽ ഇട്ട് കൊടുക്കുക. രാത്രി വരെ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ദോശയാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.